ദേവപഞ്ചമി ഭാഗം 5. വെളുത്ത കോട്ടൺ കുർത്തയും നീല ദുപ്പട്ടയും ചേർന്ന വേഷം. അവൾ ടവൽ കൊണ്ട് മുടി തുടയ്ക്കുമ്പോൾ ആര്യവീറിൻ്റെ കണ്ണുകൾ അവളുടെ ഭാഗത്തേക്ക് ചെന്നു. ആ റൂമിൽ ചെറിയൊരു തണുപ്പിൽ പ്രത്യേക ഒരു സുഗന്ധം പരന്നതും അവൾ മുഖമുയർത്തി നോക്കി. അവൾ പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു നിമിഷം നിശ്ചലമായി. ദേവപഞ്ചമി തലയിൽ നിന്നും ടവലെടുത്ത് മുടിയിൽ നിന്നും പിന്നോട്ടിട്ടു. അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ തിരിച്ച് ഗൗരവത്തോടെയുള്ള നോട്ടം കണ്ടതും അവളുടെ ചെറു പുഞ്ചിരി അല്പം ഭയമുള്ളതായി മാറി. അവൻ അവളെ നോക്കി, പിന്നെ മുത്തശ്ശിയെയും. അവൻ്റെ നോട്ടം മനസ്സിലായതും അത് എന്നെ നോക്കാനായിട്ട് ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. നമ്മുടെ വിജയകുമാർ കൊണ്ടുവന്നതാണ്. പേര് അത്രയും പറഞ്ഞത് മുത്തശ്ശി ആര്യവീറിനെ ഒന്ന് നോക്കി. ദേവപഞ്ചമി. മുത്തശ്ശി ആ പേര് പറഞ്ഞതും വീർ കണ്ണുകൾ വിടർത്തി നോക്കി. മുത്തശ്ശി കണ്ണ് ചിമ്മി കാണിച്ചു. കുട്ടി ഭക്ഷണം കഴിച്ചോളൂ, അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വിജയകുമാർ. മോളോട് പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശി പറഞ്ഞു. അവൻ ഇരിക്കുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും അവൾക്ക് കൊണ്ടുവന്ന ഭക്ഷണം എടുത്തുകൊണ്ട് ആ റൂമിൽ നിന്നും അടുത്ത റൂമിലേക്ക് പോകാൻ പോയതും മോളെ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചോളൂ, മുത്തശ്ശി പറഞ്ഞതും അവിടെ ഇരിക്കുന്ന ടേബിളിൻ്റെ അടുത്തുള്ള ചെയർ വലിച്ചിട്ട് അവൾ അവിടെ ഇരുന്നു. ആ ഗ്ലാസ് വാളിലൂടെ പുറമേയുള്ള കാഴ്ചകൾ കാണാം. അവൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വീർ മുത്തശ്ശിയോട് ഭക്ഷണം കഴിച്ചോ എന്നെല്ലാം ചോദിക്കാൻ തുടങ്ങി. മുത്തശ്ശി, നാഗമോള് ഇങ്ങോട്ട് വന്നിരുന്നോ? അവൻ ചോദിച്ചു. ഇല്ല, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷന് കയറുന്നതിന് മുമ്പ് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന്, മുത്തശ്ശി പറഞ്ഞു. അതിന് അവനൊന്ന് മൂളി. ഇനി എന്നാണ് നിന്റെ യാത്ര? മുത്തശ്ശി ചോദിച്ചു. ഇനി എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പോഴില്ല. എൻ്റെ മുത്തശ്ശി ആദ്യമൊന്ന് റെഡിയാവട്ടെ, എന്നിട്ട് ഓക്കെ ആയി എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാനിനി അടുത്ത യാത്രയ്ക്കുള്ളൂ. അതുവരെ ബിസിനസ് കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശിയുടെ കൂടെ ഞാൻ വേണ്ട ആവശ്യമായ ഒരു സമയത്ത് എനിക്ക് നിൽക്കാൻ പറ്റാതെ പോയതിന് ഒരു ചെറിയ പ്രായശ്ചിത്തം, അവൻ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കറിയാവുന്നതല്ലേ നിന്റെ തിരക്ക്. നീ പോയിക്കോ, നിന്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കോ. ഇവിടെ നീ ഇല്ലെങ്കിൽ കൂടി നിന്റെ എല്ലാ സംരക്ഷണവും ഈ മുത്തശ്ശിക്കുണ്ട്, അവർ പറഞ്ഞു. അങ്ങനെയല്ല, ഞാനും എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. മോളും മുത്തശ്ശിയും ഇല്ലാത്തപ്പോൾ ആകെ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ഇനി എന്തായാലും അവളുടെ കൂടെയും ഞാൻ ഉണ്ടാകും. ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി ശരിയാക്കാനുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ഈ തീരുമാനം, അവൻ പറഞ്ഞു. അവനിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചമിയെ നോക്കുന്നുണ്ട്. അവൾ പക്ഷേ തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾ പതിയെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ സമയം മുത്തശ്ശിയും വീറും കുറേ നേരം സംസാരിച്ചു. ഭക്ഷണം കഴിച്ച പാത്രവുമായിട്ട് അവൾ വാഷ്റൂമിലേക്ക് കടന്നു പോകുന്നത് മുത്തശ്ശിയും വീറും കണ്ടു. പാവം കുട്ടിയാ, ആ കുട്ടിയെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട് നിന്നോട്. ഇപ്പോൾ വേണ്ട, നാളെ ആകട്ടെ. നീ എന്തായാലും വീട്ടിലേക്ക് ചെല്ല്. നിന്നെ കാണുമ്പോൾ മോൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും, മുത്തശ്ശി പറഞ്ഞു. അപ്പോഴേക്കും അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. പാത്രം കൊണ്ടുപോയി കഴുകി വയ്ക്കുന്നത് അവൻ കണ്ടു. പിന്നെ ടവൽ കൊണ്ട് മുഖം തുടച്ചു. അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശിക്ക് മെഡിസിൻ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അപ്പോഴാണ് വീർ അവളുടെ ശബ്ദം കേൾക്കുന്നത്. അതൊന്നും ഇവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ മുത്തശ്ശി? അവൻ ചോദിച്ചതും അവൻ്റെ ശബ്ദം കേട്ട് അവളൊന്ന് പേടിച്ചു. ഇല്ല, ആ കുട്ടി ഇപ്പോൾ വന്നതേയുള്ളൂ. നാളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തോളാം. പിന്നെ മോളെ, എനിക്ക് മെഡിസിൻ തരാനെല്ലാം നഴ്സുമാരുണ്ട്, അവരാണ് അത് ചെയ്യുന്നത്. നീ എനിക്ക് ഒരു കൂട്ട്, എൻ്റെ കൂടെ സംസാരിച്ചിരിക്കാനും പിന്നെ അത്യാവശ്യം എനിക്ക് വെള്ളമൊക്കെ എടുത്ത് തരാനും. അങ്ങനെ മാത്രം മതി, ബാക്കി എല്ലാത്തിനും ആളുണ്ട് ഇവിടെ, മുത്തശ്ശി പറഞ്ഞു. ഇത്രയും സോഫ്റ്റായിട്ട് പുലിക്കാട്ടിൽ ഭാഗ്യലക്ഷ്മി അമ്മയ്ക്ക് ഒരാളോട് സംസാരിക്കാനൊക്കെ അറിയുമോ എന്നാണ് ആ സമയം വീർ ആലോചിച്ചത്. അവൻ്റെ കണ്ണുകൾ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ തന്നെ ഭാഗ്യലക്ഷ്മി അമ്മയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അവൾ കാണാതെ അവനെ ഒന്ന് നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. എന്നാ നീ ചെല്ല്, ഇനിയിപ്പോൾ നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു മുത്തശ്ശി. വീർ അവിടെ നിന്നും എഴുന്നേറ്റു. ബെഡിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്തതും ഇത്രയും നേരം ചാരിയിരുന്ന മുത്തശ്ശി നേരെ കിടക്കുന്ന പൊസിഷനിലേക്ക് എത്തി. നന്നായി പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് മാറുന്ന വീറിനെ അവൾ നോക്കി നിന്നു. ബോധം കെട്ടതുപോലെ കിടന്നുറങ്ങരുത്. മുത്തശ്ശിക്ക് എന്താവശ്യമുണ്ടെങ്കിലും അപ്പോൾ എഴുന്നേൽക്കണം.
ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കണം, വെള്ളം വേണോ എന്നെല്ലാം ചോദിക്കണം. എന്നുവെച്ച് ഉറങ്ങിക്കിടക്കുന്ന മുത്തശ്ശിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് വെള്ളം വേണോ എന്ന് ചോദിക്കാനല്ല പറഞ്ഞത്. മുത്തശ്ശി കണ്ണ് തുറന്ന് കിടക്കുകയാണെങ്കിൽ ഇടയ്ക്കിടെ എഴുന്നേൽപ്പിച്ച് വെള്ളം കുടിക്കണമെന്ന്. വെള്ളം വളരെ കുറച്ച് കുടിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. വീർ അവൻ്റെ സ്വതസിദ്ധമായ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അവൾ അതിന് ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. അവൻ മുത്തശ്ശിയെ ഒന്ന് നോക്കിക്കൊണ്ട് തലയിൽ ഒന്ന് തലോടി. രാവിലെ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. അവളോട് വാതിൽ അടച്ചോളാൻ പറഞ്ഞു. വാതിൽ കുറ്റിയിടണ്ട, ആരും അനുവാദമില്ലാതെ അകത്തേക്ക് കയറില്ല. പക്ഷേ സിസ്റ്റർമാരോ ഡോക്ടർമാരോ ഇടയ്ക്ക് മുത്തശ്ശിയെ ചെക്ക് ചെയ്യാൻ വരും, അതുകൊണ്ടാണ് പറഞ്ഞത്, വീർ പറഞ്ഞു. ശരി സാർ, അവൾ പറഞ്ഞു. അവൻ അവിടെ നിന്നും നടന്ന് പുറത്തേക്ക് പോകുന്നത് അവൾ നോക്കി നിന്നു. വാതിലടച്ചു. പിന്നെ വീണ്ടും മുത്തശ്ശി കിടക്കുന്ന റൂമിലേക്ക് വന്നു. കണ്ണടച്ച് കിടക്കുന്നുണ്ട്. മുത്തശ്ശി, കുട്ടി കിടന്നോളൂ, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാകും. അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവർ പറഞ്ഞു. കുളി കഴിഞ്ഞപ്പോൾ അവളുടെ ക്ഷീണമെല്ലാം മാറിയെങ്കിലും അവൾക്കായി കിടക്കാനായുള്ള ബെഡിൽ കിടന്നുകൊണ്ട് മുത്തശ്ശിയെ ഒന്ന് നോക്കി. അങ്ങനെ തന്നെ കിടന്നു. അവൾ ഉറങ്ങി. ഇതേ സമയം ആര്യവീറിൻ്റെ ബെൻലി കോണ്ടിനെൻ്റ് GT എന്ന ലക്ഷറി കാറ് ആ രാത്രി നഗരത്തിലൂടെ പുലിയെപ്പോലെ പായുകയായിരുന്നു. കുറേ നാളായിട്ട് ബിസിനസ് യാത്രയിൽ ആയിരുന്നു ആര്യവീർ. രാത്രി 12-ന് മുകളിലായി. നഗരം ഉറങ്ങുന്നിടത്ത് പോലും ഉണർന്നു നിൽക്കുന്ന ഒരു വീടുണ്ട്. അതാണ് പുലിക്കാട്ടിൽ തറവാട്. വാതിൽപ്പടികൾ മുതൽ ഗേറ്റ് വരെ പാരമ്പര്യത്തിൻ്റെ ഗൗരവം തിളങ്ങി നിൽക്കുന്ന ആ വീട് ആധുനികതയും പഴക്കത്തിൻ്റെയും അപൂർവ സംയോജനമായിരുന്നു. പുലിക്കാട്ടിൽ വീട്. നഗരമധ്യത്തിലായി തന്നെ പണിത വീടിൻ്റെ വാതിക്കൽ തന്നെ കല്ല് കൊത്തിയ പുലിയുടെ ചിഹ്നം, പുലിക്കാട്ടിലിൻ്റെ പ്രതാപത്തിൻ്റെ അടയാളം. വീടിൻ്റെ മുൻവശത്ത് വിസ്താരമായ ഡ്രൈവേയിൽ നീണ്ടു നിൽക്കുന്ന ജാസ്മിൻ മരങ്ങൾ, അവയുടെ താഴെ അർദ്ധരാത്രിയിലും തെളിഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള ലൈറ്റുകൾ, ഫൗണ്ടൻ്റെ വെള്ളം നിശബ്ദതയെ തകർക്കാതെ ഒഴുകുന്ന ശബ്ദം, മരത്തിൻ്റെ ഇടയിലൂടെ കാറ്റ് കയറിപ്പോകുമ്പോൾ പൂക്കൾ കൊഴിഞ്ഞു ചാടുന്നു. ബെൻലി കോണ്ടിനെൻ്റ് ഡ്രൈവേയിൽ എത്തി നിൽക്കുമ്പോൾ സ്വയമേ ഗേറ്റ് തുറന്നു. സുരക്ഷാ ഗാർഡുകൾ നിശബ്ദമായി വണങ്ങി. കാറിൻ്റെ ഹെഡ്ലാമ്പ് പാളിയ വെള്ളപ്പാതയിലൂടെ കാർ എത്തി നിന്നു. ആര്യവീർ വീരേന്ദ്രനാഥ് കാറിൽ നിന്നും ഇറങ്ങി. കറുത്ത സൂട്ടിൻ്റെ മുകളിലൂടെ വീശിയ കാറ്റ് അവൻ്റെ മുടിയിലൂടെ എത്തി. കെട്ടിവെച്ച മുടി അഴിഞ്ഞു വീണു. വീടിൻ്റെ വാതിക്കൽ ബ്രാസ് വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നു. അത് ആരെയോ കാത്തുനിന്നതിൻ്റെ അടയാളം പോലെയായിരുന്നു. വലിപ്പമുള്ള മരവാതിലുകൾ തള്ളിവെച്ച് അകത്തേക്ക് കടക്കുമ്പോൾ അവൻ്റെ പ്രതിബിംബം വെള്ളക്കല്ലിൽ നിലത്ത് പ്രതിഫലിക്കുന്നു. മുറികളുടെ മതിലുകളിൽ പഴയ കുടുംബ ചിത്രങ്ങൾ. ഒരു ഭാഗത്ത് പിതാമഹന്മാരുടെ എണ്ണച്ചായ, മറ്റേ ഭാഗത്ത് ആധുനിക ട്രോഫികളും ബിസിനസ് അവാർഡുകളും. വീടിൻ്റെ മധ്യത്തിൽ തൂങ്ങിയിരിക്കുന്ന ക്രിസ്റ്റൽ ചാൻഡ്ലിയർ അവൻ്റെ മുഖത്ത് വെളിച്ചം പതിച്ചു. ചെറുതായി അവൻ്റെ നോട്ടം മുറിയാകെ നോക്കി. അവൻ അല്പനേരം നിന്നു. കയ്യിലെ വാച്ചിലേക്ക് നോക്കി. പിന്നെ നിശബ്ദമായി പടികൾ കയറി തൻ്റെ റൂമിലേക്ക് നീങ്ങി. പടികളിൽ പതിഞ്ഞ പാദശബ്ദം പോലും വീടിൻ്റെ ഉള്ളിൽ പ്രതിധ്വനിക്കുന്നത് പോലെ മുകളിലെ കോറിഡോറിലൂടെ അവൻ നടന്നു പോകുമ്പോൾ കാറ്റ് തൊട്ടു അവനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇനി നമുക്ക് പുലിക്കാട്ടിൽ വീട്ടിലെ അംഗങ്ങളെ പരിചയപ്പെടാം. പുലിക്കാട്ടിൽ വീട്ടിൽ ഏറ്റവും മുതിർന്ന അംഗമാണ് പുലിക്കാട്ടിൽ ഭാഗ്യലക്ഷ്മി അമ്മ. ഭർത്താവ് കേണൽ നാഗേന്ദ്രനാഥ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. 4 ആൺമക്കളാണ് ഭാഗ്യലക്ഷ്മി അമ്മയ്ക്ക് ഉള്ളത്. മൂത്ത മകൻ വീരേന്ദ്രനാഥ്, ഭാര്യ ദേവയാനി വീരേന്ദ്രനാഥ്. അവർക്ക് 3 മക്കളാണ്. അവരുടെ മൂത്ത മകനാണ് ആര്യവീർ വീരേന്ദ്രനാഥ്. പുലിക്കാട്ടിൽ വീടിൻ്റെ അവസാന വാക്ക് ആര്യവീർ വീരേന്ദ്രനാഥാണ്. തൻ്റെ അച്ഛനായിക്കോട്ടെ ചെറിയച്ഛന്മാരായിക്കോട്ടെ എല്ലാവരും അനുസരിക്കുക തന്നെ ചെയ്യും. ആര്യവീരൻ്റെ അനിയൻ ആയുഷ് വീരേന്ദ്രനാഥ് ബിസിനസ്സിൽ ആര്യവീരനെ സഹായിക്കുന്നു. അനിയത്തി ആരാധ്യ വീരേന്ദ്രനാഥ് കോളേജിൽ പഠിക്കുന്നു. ഭാഗ്യലക്ഷ്മി അമ്മയുടെ 2ാമത്തെ മകൻ വിശ്വനാഥ്, ഭാര്യ ദേവിക വിശ്വനാഥ്, മക്കൾ വിക്രാന്ത് വിശ്വനാഥ്, ദേവാനന്ദ് വിശ്വനാഥ്. ആര്യവീറിൻ്റെ കൂടെ ബിസിനസ്സിലുണ്ട് അവർ. 3ാമത്തെ മകൻ ഗോപിനാഥ്, ഭാര്യ രാധിക ഗോപിനാഥ്, മക്കൾ ഹരിശ്രീ ഗോപിനാഥ്, ശിവാനന്ദ് ഗോപിനാഥ്, അനന്യ ഗോപിനാഥ്. 4ാമത്തെ മകൻ
രാമനാഥ്, ഭാര്യ കാവ്യ രാമനാഥ്, വിക്രം രാമനാഥ്, നക്ഷത്ര രാമനാഥ്, വേദിക രാമനാഥ്. ഇവർ 3 പേരുമാണ് മക്കൾ. ഇത്രയും ആളുകളാണ് പുലിക്കാട്ടിൽ വീട്ടിൽ ഉള്ളത്. ആര്യവീർ അവൻ്റെ മുറിയിലേക്ക് നടന്നു. വീടിൻ്റെ കിഴക്കൻ വിങ്ങിൻ്റെ അവസാനത്തിൽ വലിയ പടികൾ കയറി കടന്നാൽ മാത്രം എത്താവുന്ന ഒരു ഭാഗം. അതാണ് ആര്യവീറിൻ്റെ മുറി. കതകിൻ്റെ മുൻപിൽ കല്ലിൽ കൊത്തിയ പുലിക്കാട്ടിൽ പുലിയുടെ ചിഹ്നം. അതിൻ്റെ കണ്ണിലായി അവൻ അവൻ്റെ തള്ളവിരൽ അമർത്തി. ഫിംഗർ ലോക്ക് ഓപ്പൺ ചെയ്തതും ആ പുലിയുടെ കണ്ണുകൾ തിളങ്ങി. ഡോറ് തുറക്കുമ്പോൾ ആ റൂമിനുള്ളിൽ ലൈറ്റുകളെല്ലാം ഓണായി. തണുത്ത എയർ കണ്ടീഷൻ്റെ ശ്വാസം പോലെ മന്ദമായൊരു ശബ്ദം. മുറിയുടെ ഇടതുവശത്ത് വലിയൊരു ഗ്ലാസ് വാൾ. അതുവഴി നഗരത്തിൻ്റെ മുഴുവൻ ലൈറ്റുകളും ദൂരെയായി കാണാം. മുറിയുടെ മധ്യത്തിൽ വുഡിൽ നിർമ്മിച്ച വലിയൊരു കിങ് സൈസ് ബെഡ്. ബ്ലാക്ക് വെൽവെറ്റ് ബെഡ്ഷീറ്റ് കൊണ്ട് ആ ബെഡ് കവർ ചെയ്തിരിക്കുന്നു. അതിൽ ചെറുതായി ഗോൾഡ് ബോർഡർ. മുറിയുടെ ഒരു കോണിൽ ബാർ ക്യാബിനറ്റ്, ക്രിസ്റ്റൽ ഗ്ലാസുകൾ, പഴയ ബ്രാൻഡി ബോട്ടിലുകൾ. പക്ഷേ അവൻ വിരളമായിട്ടാണ് എല്ലാം തുറക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ മദ്യത്തിന് പകരം മറ്റൊരു ലഹരിയുണ്ട്. അവൻ അവിടെ നിന്നും ഒരു ഡോറ് തുറന്നു. അതൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഏരിയ ആയിരുന്നു. അവൻ്റെ റൂമിൽ നിന്നും മാത്രം കടക്കാവുന്ന, അവൻ്റെ മാത്രം സ്വകാര്യത ഉള്ള സ്വിമ്മിംഗ് പൂൾ. അവൻ ഡ്രസ്സുകളെല്ലാം മാറ്റി ഒരു ടവൽ മാത്രം എടുത്തുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. അവിടെ വന്നു ആ ഒരു കുളി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ യാത്രാക്ഷീണം എല്ലാം മാറി. അവൻ തല തുടച്ചുകൊണ്ട് അവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നു. ഒരു ട്രാക്ക് പാൻറ്റും സ്ലീവ്ലെസ് ബ്ലാക്ക് ടീഷർട്ടും ഇട്ടുകൊണ്ട് അവിടെ നിന്നും റൂമിലേക്ക് കയറി. വലിയ ഗ്ലാസ് വാളിനടുത്തുള്ള കസേരയിൽ ചാരി കണ്ണുകൾ അടച്ച് ഇരുന്നു. മുറിയിൽ മങ്ങിയൊരു പ്രകാശം. അവൻ്റെ മുഖം ശാന്തമായിരുന്നു. ബാഹ്യഭംഗിയും പ്രൗഢിയും നിറഞ്ഞ വീട്ടിലേക്കും അതിൻ്റെ തലവനായതിലേക്കും തക്ക ഗൗരവം അവനുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ മറ്റൊന്നുണ്ട്. ഒരു ശബ്ദം കേട്ടാണ് ദേവപഞ്ചമി കണ്ണു തുറക്കുന്നത്. നോക്കുമ്പോൾ മുത്തശ്ശി കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് എന്തോ അസ്വസ്ഥത ഉള്ളതുപോലെ തോന്നിയതും അവൾ വേഗം ചെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക്. എന്തുപറ്റി മുത്തശ്ശി? അവൾ ചോദിച്ചു. എനിക്ക് ശ്വാസം വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. വല്ലാതെ ബുദ്ധിമുട്ടുന്നു. അവൾ പെട്ടെന്ന് തന്നെ അവിടെ കാണിച്ചു കൊടുത്ത ഒരു ബെല്ല് പ്രസ് ചെയ്തു. അപ്പോൾ തന്നെ 2 ഡോക്ടർമാരും സ്റ്റാഫുകളും ഓടിയെത്തി. അവർ മുത്തശ്ശിയെ പരിശോധിച്ചു. വേഗം അവൾക്ക് കാണിച്ചു കൊടുത്ത ഫോണിൽ നിന്നും വിജയകുമാറിനെ വിളിച്ചു. കാര്യം പറഞ്ഞു. ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. അവൾ പേടിയോടെ റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും മറ്റ് സ്റ്റാഫുകൾ എന്തൊക്കെയോ മിഷണറീസുമായി മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറുന്നത് അവൾ കണ്ടു. ഇതേ സമയം ചാരുകസേരയിൽ ആയി കിടന്ന് പതിയെ ആടി ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്ന ആര്യവീറിൻ്റെ മടിയിലേക്ക് ഒരു കുഞ്ഞു ശരീരം വലിഞ്ഞു കയറുന്നത് അവൻ അറിഞ്ഞു. അവനൊരു പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു തന്നെ കിടന്നു. 2 കുഞ്ഞി കൈകൾ അവൻ്റെ കവിളിൽ പിടിച്ചതും അവൻ്റെ ചുണ്ടിൽ ഉമ്മ വയ്ക്കുകയും കവിളിൽ ഉമ്മ വയ്ക്കുകയും എല്ലാം ചെയ്തു. എങ്ങനെ അറിഞ്ഞു ഞാൻ എത്തിയെന്ന് അവൻ ചോദിച്ചു. അറിയില്ലേ ഏട്ടാ, എങ്ങനെ അറിഞ്ഞതെന്ന്? കണ്ണു തുറന്ന് എന്നോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 4 പേരും കൂടി കിടന്നുറങ്ങിയായിരുന്നു. നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. അങ്ങനെ കൊണ്ടുവന്നതാണ് ഞങ്ങൾ. ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടതും അവൻ പതിയെ കണ്ണു തുറന്ന് നോക്കി. തൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞിക്കൈകളുടെ ഉടമയെ കണ്ടതും അവൻ 2 കൈകൾ കൊണ്ടും കുഞ്ഞു മുഖം കൈക്കുമ്പിളിൽ ആക്കിക്കൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു. അവൻ്റെ മീശയും താടിയും മുഖത്ത് പതിയുമ്പോൾ കുടകിടാ ചിരിക്കുകയാണ്. അച്ഛൻ എത്തിയെന്ന് എങ്ങനെയാ അച്ഛയുടെ നാഗ അറിഞ്ഞത്? അവൻ ചോദിച്ചതും വീണ്ടും ആ കുഞ്ഞു മുഖം അവൻ്റെ കവിളിലെല്ലാം ഉമ്മ വയ്ക്കാൻ തുടങ്ങി. മുത്തശ്ശി വിളിച്ചു പറഞ്ഞു. അച്ഛ എത്തിയതല്ലേ? അവൻ ചോദിച്ചു. അതേ ഏട്ടാ, മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു, വേദിക പറഞ്ഞു. എന്നാ ഇനി നിങ്ങൾ പോയിക്കോ. അവൻ പറഞ്ഞതും അനന്യ ആ കുഞ്ഞിൻ്റെ കവിളിൽ പിടിച്ചുകൊണ്ട് രാവിലെ കളിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്നും പോയി. അത്തേ എന്നുള്ള കൊഞ്ചിയുള്ള ആ വിളി അവൻ്റെ മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. വിജയകുമാർ ആയിരുന്നു. ഫോൺ എടുത്തതേ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞത് കേട്ട് അവൻ വേഗം കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റു. കുഞ്ഞിനെയും കൊണ്ട് തന്നെ അവൻ താഴേക്ക് വന്നു. കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി മാത്രം അവന് ഒരു കാറുണ്ടായിരുന്നു. അതിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റ് ഹൈ സെക്യൂർ ആയിട്ടുള്ള ഒരു ബേബി സീറ്റ് ആക്കി മാറ്റിയിരിക്കുകയായിരുന്നു.
അതിലേക്ക് മോളെ ഇരുത്തി ബെൽറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അവൻ്റെ കാറ് ആ വീടിൻ്റെ ഗേറ്റ് കടന്ന് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. കുഞ്ഞപ്പോഴും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടക്കുകയാണ്. കണ്ണ് ചിമ്മാതെ തന്നെ നോക്കിക്കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ അവൻ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. ഇതാണ് നാഗപഞ്ചമി, ആര്യവീറിൻ്റെ മകൾ. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.